നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരുപ്പതി യാത്ര നടത്തിയതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതിന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിൽഗ്രിം സർവീസസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ എൻട്രി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നൊക്കെയാണ് അവിടെ ഒഴിവുള്ളത് എന്ന് വേണ്ട സകല ഡീറ്റെയിൽസും തിരുമലയെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് എടുത്ത് അത് നമ്മൾ ബുക്ക് ചെയ്താൽ മതി. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡേറ്റ് കണ്ടുവയ്ക്കുക, ഇന്ന ദിവസം ഒഴിവുണ്ട് എന്നുള്ളത് അതിൽ കാണുമ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് തലേ ദിവസത്തെ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണോ എന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ട്രെയിൻ ബുക്ക് ചെയ്തു. ദർശൻ ഓപ്പൺ ചെയ്തപ്പോൾ, അതായത് ദർശൻ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ജനുവരിയിലാണ് പോകാൻ പറ്റുന്നത്. അപ്പം ഏകദേശം ഒരു 4 months ഗ്യാപ്പൊക്കെ അതിൽ വരും കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്പെഷ്യൽ എൻട്രിക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ്, ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ നാളെയാണ്, അതായത് വ്യാഴാഴ്ചത്തെ ഡേറ്റാണ് എടുത്തിരിക്കുന്നത്, ജനുവരി മാസത്തിൽ. അപ്പോൾ 2nd വീക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ ഭാഗങ്ങളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് നമ്മൾ അധികം യാത്ര ചെയ്തിട്ടില്ല, കാറിലൊന്നും വന്നിട്ടില്ല, അങ്ങനെ കുറേ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഏട്ടൻ്റെ കുറേ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ എത്തി, കുറേ ബസ്സുകളുണ്ട് പല ഭാഗത്തേക്കും പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്, കോളേജൊക്കെ വിട്ട സമയമാണ്. നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 2:30 കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മണിയോട് കൂടിയിട്ട് നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. 6:30ക്കാണ് നമ്മളുടെ ട്രെയിൻ കേട്ടോ. അപ്പം പാലക്കാട് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ചൂടുള്ള സ്ഥലമല്ലേ എന്നുള്ള വിചാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലവും നെൽപ്പാടങ്ങളും പിന്നെ ചെറിയ ടൗണും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു നാടാണ് കേട്ടോ പാലക്കാട്. അപ്പം നമ്മൾ പഴനിയിൽ പോകുമ്പോൾ മധുരയിൽ പോകുമ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് വരും എന്നല്ലാതെ പാലക്കാട് ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ദിവസം റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരാം, പാലക്കാടൊക്കെ അങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ടൗണിൽ എത്താനായി, നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. മാത്രമല്ല ഏട്ടൻ പഠിച്ചിട്ടുള്ള അല്ലമീൻ കോളേജൊക്കെ പാലക്കാട് ഭാഗത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വഴികളൊക്കെ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നു. ഇനി നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അവിടെ നമ്മുടെ ബേക്കിൽ കാണുന്ന ഉണ്ണി ഉണ്ടായിരുന്നല്ലോ, അവൻ ഞങ്ങളോട് പറഞ്ഞു, ചേച്ചി അവിടെ നിന്നാൽ മതി, ഒരു പച്ച ബസ് വരും, അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞത് വിചാരിച്ച് ഞങ്ങൾ അവിടെ കാത്തു നിന്നപ്പോൾ കറക്റ്റായിട്ടൊരു പച്ച ബസ് വന്നു. ഞങ്ങളതിൽ കയറി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടുന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ആ ഒരു വളവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നത് ചിപ്സും അതുപോലത്തെ പാലക്കാടിൻ്റെ കുറേ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കടകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. അപ്പോൾ സമയം ഏകദേശം 5 മണി 5:15 ആയിട്ടേ ഉള്ളൂ. സമയമുണ്ട്. ഇനി ഉണ്ണിയെ നമുക്ക് നോക്കണം, ഉണ്ണി കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഇതിന് മുന്നേ കഴിഞ്ഞ വീക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു സൈഡിൽ ഒളിച്ചു, കാരണം ഉണ്ണി കാണട്ടെ വിചാരിച്ചിട്ട്. അവൻ അവിടെ ഞങ്ങൾ എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഉണ്ണി ഞങ്ങളെ തിരയുന്നുണ്ട് കേട്ടോ. എൻട്രൻസിൻ്റെ അവിടെ എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തിരയാണ്. പക്ഷേ ഞാൻ അവിടെ ഒളിച്ചിരിക്കണ്ടായിരുന്നു. ഏട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയി ബേക്ക് പോയിട്ട് ഇങ്ങനെ തോണ്ടി വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അവനവിടെ ഇങ്ങനെ നോക്കി എവിടെയാണ് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ടു. അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ ദിവസമായി അവനെ കണ്ടിട്ട്, ശരിക്കും ഒരു 2 months 3 monthsോളമായി ഞാൻ നിലമ്പൂർ പോയിട്ടും. അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ ദിവസമായി, വീഡിയോ കോൾ ചെയ്യുന്നല്ലാണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ
അമ്മ പിന്നെ ബിരിയാണിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 2 പാക്കറ്റ് നിറയെ വെജിറ്റബിൾ ബിരിയാണി കൊടുത്തു വിട്ടു. അപ്പോൾ എന്തായാലും നൈറ്റിൽ ഒരു പാക്കറ്റ് കഴിക്കാം, ഒരു പാക്കറ്റ് 3 പേരും കൂടി ഇപ്പോഴും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ നമുക്ക് ഈക്വൽ ആവുമല്ലോ, മീൻസ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഒരു രക്ഷയുമില്ല, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറേ മസാലയൊന്നും ഇടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുറന്ന് 3 ആളും കൂടിയിട്ട് അത് ഇപ്പോഴെന്നെ ആലോചിക്കുമ്പോൾ വായിൽ പിന്നെയും വെള്ളം വരുന്നുണ്ട് കേട്ടോ, ആ ദിവസം ആലോചിക്കുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് ഉള്ളി അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, അതൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് ഇടുമ്പോഴേക്കത് കുഴഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഏട്ടൻ്റെ നാട്ടിലൊക്കെ കച്ചമ്പർ എന്നൊക്കെയാണ് പറയുക, നമ്മുടെ നാട്ടിൽ സലാഡ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തൈരൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അമ്മയും അച്ഛനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകും. അപ്പോൾ അവർക്ക് ഒരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നല്ലതായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അവർ എല്ലാം സെറ്റാക്കിയിട്ടാണ് ചെയ്തു തരിക. അതുപോലെ ഉണ്ണിയും എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ്ങിൽ ഭയങ്കര ഇഷ്ടമാണ് അവനായിട്ട്. എല്ലാ കാര്യങ്ങളും അവൻ പ്ലാൻ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് വഴി വരെ മനസ്സിലാക്കി അങ്ങനെയാണ് പോവുക. അപ്പോൾ നമുക്ക് എനിക്കൊന്നും ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനിവരെ കൂടെ ഇങ്ങനെ പോകുന്നത് മാത്രം. പക്ഷെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ യാത്ര ചെയ്യുമ്പം. കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് പോകാൻ പറ്റും. പ്ലാൻ ചെയ്ത് പോകുന്ന യാത്ര അത് വേറൊരു രസമാണ്. അതിനിടയ്ക്കാണ് അശു വിളിച്ചത്. ഇന്ന് അശുവിൻ്റെ കോൺവക്കേഷനാണ്. അവൾ PG കഴിഞ്ഞതിൻ്റെ ലണ്ടനിൽ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പബ്ലിക് ഹെൽത്ത് അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് പാസ്സായി, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു, ജോബിലൊക്കെ കയറി. പിന്നെയാണ് അവർക്ക് കോൺവക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറിമണി ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു. അപ്പം ഞാൻ അശുവും കൂടി തുടങ്ങിയ പിന്നെ വർത്താനം നിർത്തുന്നില്ല. അതും ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മുക്കുട്ടി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഓരോരോ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഇപ്പോഴൊന്നും നിർത്തില്ല കേട്ടോ. അവർ ഇങ്ങനെ കാത്തിരുന്നു വർത്താനമൊക്കെ പറയാം. പിന്നെ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അശു അയച്ചു തന്നു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ അയച്ചു തന്നു, അമ്മുക്കുട്ടിയുടെ കൂടെയൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നു അവരുടെ പ്രോഗ്രാമിൻ്റെ. അങ്ങനെ അത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പം ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ കോൺവക്കേഷൻ സെറിമണിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് മേല് കഴുകി കേട്ടോ. കാരണം അവിടെ നല്ല വെയിറ്റിംഗ് റൂമായിരുന്നു, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് മേല് കഴുകി. കാരണം എന്തായാലും നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് മേല് കഴുകുന്നത് നല്ലതാണ്. പിന്നെ അമ്മ കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ, അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 3 പേരും കൂടെ ഇട്ട് കുടിച്ചു. നാളെ ഒക്കെ ആകുമ്പോഴേക്കും അത് ഫ്ലാസ്കിലാണ്, പക്ഷെ എന്നാലും തണുക്കില്ലേ, ഈ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്ലാറ്റ്ഫോം 5ാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എനിക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഞാൻ കുറേ വർഷമായി, ഏകദേശം 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ട്. അപ്പോൾ പിന്നെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്നാലും കംപ്ലീറ്റ്ലി എന്നല്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലതായിട്ട് വൃത്തിയൊക്കെ നമുക്ക് തോന്നി. ഇതുപോലെ നമ്മളുടെ സ്ഥലങ്ങളൊക്കെ നല്ല ക്ലീനായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ വരട്ടെ, നമ്മുടെ നാട് നല്ല ഭംഗിയായിട്ട് വരട്ടെ. അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മൾ ട്രാവലേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വേസ്റ്റ് ഇടുന്നതൊക്കെ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒരിക്കലും വേസ്റ്റൊന്നും അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമ്മൾ അവിടെയൊക്കെ ഇടാതിരിക്കുക. ഒക്കെ ഞങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വേസ്റ്റൊന്നും എറിയാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട് നല്ല ക്ലീനായിട്ട് നമുക്ക് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ വേസ്റ്റ് എറിയുന്നതും അതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തുപ്പുക അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ നാട് നമ്മൾ തന്നെയാണ് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ അതൊരു നമ്മൾ കൾച്ചറലി നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ട്രെയിനല്ല, കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. അങ്ങനെ വൈകുന്നേരം ആവുന്നുണ്ട്.
സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമാണ്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതോ നമ്മുടെ എവിടെയോ പരിപാടി സ്പോർട്സിൻ്റെ മത്സരം എന്തോ കഴിഞ്ഞ് വന്ന് ജയിച്ച കുട്ടികളൊക്കെയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അവരവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, അവർക്ക് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരാണ്, ഏത് സ്കൂളാണ്, അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കുഞ്ഞുങ്ങളതൊക്കെ വാങ്ങിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഇത് ശരിക്കും ഭയങ്കര സന്തോഷമായി. ഇത് ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് വരെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്പർ 17 നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ബോഗി വരാനായി. അങ്ങനെ നമ്മൾ അതിലേക്ക് ഓടിപ്പിടിഞ്ഞ് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ കയറാണ്. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഇവർ രണ്ടുപേരുടെയും കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. കാരണം അവർ നമ്മളെന്നെ ഇങ്ങനെ നല്ല ഇതിൽ കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ എനിക്ക് ലോകത്തിൽ ഇവർ രണ്ടുപേരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാൾക്കാരും. അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരായാലും. അന്നേജനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും ഭയങ്കര സ്പെഷ്യലാട്ടോ. ഇവർ രണ്ടുപേരുടെ നടുവിൽ ഇങ്ങനെ നടക്കുന്നതാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും കംഫർട്ടായിട്ടും ദൈവാനുഗ്രഹമായിട്ടും ഒക്കെ വിചാരിക്കുന്ന കാര്യം. രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ശരിക്കും ഏട്ടന് ഉണ്ണിയാണ് ഒരു കുട്ടിയെ പോലെ കൊണ്ട് നടക്കുക. ഉണ്ണി കേട്ടോ, ഉണ്ണിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും മെച്ചേർഡ് എന്നാണ് അവൻ്റെ വിചാരം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. ഞങ്ങൾ രണ്ടാളും കുറച്ച് കുട്ടികളെയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഉണ്ണി കുറച്ചും കൂടി മെച്ചേർഡായിട്ട് കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എന്നാൽ കളിക്കൊക്കെ നിൽക്കും ചെയ്യും. അങ്ങനെയാണ്. അവന് നല്ല പ്ലാനിങ് ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഞാനായിട്ടൊരു ഞങ്ങളിങ്ങനെ ഇന്നിങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പോകുന്ന പ്ലാനൊന്നും ചെയ്യാറില്ല, അങ്ങനെ പോകുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ട്രെയിനിലെത്തി. ഈ ട്രെയിനിൻ്റെ ഒരു കളിയാക്കി ചിരിച്ചതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഭയങ്കരമായിട്ട് കുലുങ്ങാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു സ്റ്റേഷനിലെത്തി നിർത്തുമ്പോൾ ഭയങ്കര ഒച്ച, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അതിങ്ങനെ കുലുങ്ങിക്കൊണ്ടേയിരിക്കുക. സാധാരണ ഇങ്ങോട്ട് വന്ന ട്രെയിനൊന്നും അങ്ങനെ കുലുങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ആട്ടം കേട്ടോ. അവിടെ എത്തണ വരെ നല്ല ആട്ടമായിരുന്നു. പക്ഷെ അത് നമുക്ക് ഉറങ്ങാൻ നല്ല സുഖമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വാതിലിൻ്റെ അടുത്തുള്ള സീറ്റ് ആയത് കാരണം ആ ബാത്റൂമിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സീറ്റൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ. കാരണം അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും ലക്കിൽ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി കേട്ടോ. കാരണം 2 അമ്മമാരും ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് പേടിയാണല്ലോ യാത്ര ചെയ്യുമ്പോൾ പൂർണ്ണ വഴിക്കൊന്നും കിട്ടില്ല എന്നൊക്കെ ഉള്ളതിൽ. അപ്പോൾ നൂൽപുട്ടും കടലക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. എല്ലാം കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ രാവിലെ ആയിട്ടോ. രാവിലെ ആയതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുകയാണ്. അങ്ങനെ രാവിലെ ആയി നമ്മൾ ഡ്രസ്സൊക്കെ ഇതാക്കി. കാരണം നല്ല തണുപ്പാണ് ഈ ഒരു തിരുപ്പതി ഭാഗത്ത്. കാരണം ഇതിന് മുന്നേ നമ്മൾ വന്നത് കാരണം ഏട്ടൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഇതിന് മുന്നേ ഞങ്ങൾ വന്ന കാരണം നമുക്കറിയാം. അതുകൊണ്ട് ക്യാപ്പൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് ഒക്കെ വരും. കാരണം എല്ലാത്തിലും നല്ല പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ല വൈബായിരുന്നു കേട്ടോ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ ഈ ഒരു നമ്മുടെ തിരുപ്പതി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ബസ്സുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള ബസ്സുകൾ തന്നെയാണ്. ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് കേട്ടോ. അപ്പം AC ബസ്സുണ്ട്, അല്ലാതെ സാധാരണ ബസ്സുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ അപ്പുറത്ത് സൈഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബസ്സാണ്. അങ്ങനെ നമ്മളുടെ തിരുപ്പതി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് തിരുപ്പതി ടെമ്പിളിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം മലയുടെ മുകളിൽ തണുപ്പായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പിന്നെ കാം ആൻഡ് ക്വയറ്റായിട്ട്, എന്നാൽ ഒച്ചയുണ്ട്, ബഹളങ്ങളുണ്ട്, ഭഗവാന്റെ പാട്ടുകൾ, ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും പോയി നോക്കണം പറ്റുന്നവർ. കാരണം അത്രയും രസമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. താഴെത്തിയാൽ ജസ്റ്റ് അവിടെ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ടാവും. ഏതിൽ വേണമെങ്കിലും കയറാം.
അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടോ. പിന്നെ തമിഴ് പോലെയല്ല, നമുക്ക് തീരെ മനസ്സിലാവില്ല കേട്ടോ അവരെ തെലുങ്ക് ഭാഷ. കുറേ നമുക്ക് തമിഴാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാമല്ലോ, പക്ഷെ ഇത് എനിക്ക് തീരെ അങ്ങോട്ട് ക്യാച്ച് ആയില്ല കേട്ടോ അവരുടെ ലാംഗ്വേജ്. അങ്ങനെ നമ്മൾ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ജേണി ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതിനേക്കാളും ലക്ഷൂറിയസ് ആയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ലക്ഷൂറിയസ് ഇൻ ദ സെൻസ് നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് സമാധാനമായി പോയി വന്ന യാത്ര. ചില യാത്രകളൊക്കെ നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ചിലപ്പോൾ ലഗേജിന് ഒരു വെയിറ്റ് കൂടിയാൽ തന്നെ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇരിക്കാനൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു യാത്രയായിരുന്നു ഇത് കേട്ടോ. പോയ ബസ്സുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടി. നമ്മൾ കാത്തിരുന്ന് കുഴങ്ങേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ ക്ഷീണങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഭഗവാന്റെ ഈ ഒരു പൊട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പൊട്ട്, ഈ ഒരു കണ്ടില്ലേ തൂണിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ഉണ്ട്. അത് ശരിക്കും ഭഗവാന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു പൊട്ടാണത്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും എനിക്ക് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു ഏരിയ കേട്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ മല കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ടൗൺ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു മലയുടെ മുകളിലേക്ക് അങ്ങനെ കയറും. അപ്പം ഈ യാത്രയിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്താണ് തിരുപ്പതിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം വരാൻ കാരണം, എന്തുകൊണ്ടാണ് ഭഗവാൻ തിരുമലയിൽ വന്നിട്ട് കുടിയിരിക്കാനുണ്ടായ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസകരമായിട്ടുള്ളൊരു കഥയാണത് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഈ ഒരു സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ സാറ് വരുന്നത്. കണ്ടക്ടർ വന്നിട്ട് നമുക്ക് ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരികയാണ്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റൊക്കെ പരിശോധിക്കുകയാണ്. നമ്മളിനിപ്പോൾ അഥവാ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി എടുത്തു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവർ തരും ടിക്കറ്റ്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബസ്സിൽ കയറിയാൽ മതി, അവിടുന്ന് പൈസ കൊടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ശരിക്കും 100 രൂപയാണ് ഒരാൾക്ക് തിരുമലയിലേക്ക്. അതിൻ്റെ കവാടമൊക്കെയാണ് കാണുന്നത് കേട്ടോ. 100 രൂപയാണ് തിരുമലയിലേക്ക് ഒരാൾക്ക് ഈ ഒരു AC ബസ്സിൽ പോകുമ്പോൾ. സാധാരണ ലോക്കൽ ബസ്സിൽ പോവുകയാണെങ്കിൽ 80 രൂപയാണ്. അപ്പോൾ 20 രൂപ കൂടുതലേ ഉള്ളൂ. അത് നല്ല സുഖമായിട്ട് ഇതിൽ പോവാം കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് പോകാം. ഈ ഒരു കവാടമൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ദേവലോകത്തിലേക്ക് വരുന്ന പോലെ ഒരു ഫീലില്ലേ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് കേട്ടോ. കാരണം ഞാനതിന് മുന്നേ പോയപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഫുഡാണെങ്കിൽ ഫുഡ്, നമുക്ക് കിടക്കാനുള്ള സ്ഥലങ്ങൾ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആയിട്ടാണ്, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്ക് അങ്ങനെ നടക്കാം. ഒരു ഒഴുകി അങ്ങനെ നടക്കില്ലേ, അതുപോലെ നടക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ നമുക്കിനി കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് മലയിലേക്ക് നമ്മൾ അങ്ങനെ കയറുന്നത്. അപ്പോൾ ഞാൻ കഥ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് ചെക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ബസ് അവിടെ കാത്തു നിൽക്കും. അവർക്ക് എത്ര പെട്ടെന്നാണ് അവർ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇവർ ഞങ്ങളുടെ ബസ്സിലുള്ളവരാണ് എന്നുള്ള രീതിയിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യും കേട്ടോ. അപ്പം നമ്മളവിടെ അങ്ങനെ ഇരുന്നു. ഞാൻ പോയിട്ട് ചെക്ക് ചെയ്തു, കാരണം ലേഡീസിൻ്റെത് വേഗം തീർന്നു. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയായിട്ടിനും കൂടി വന്നു. അങ്ങനെ അവരും ഇരുന്നു. അപ്പോൾ ബസ് നമ്മളെ കാത്തവിടെ നിൽക്കും. നമ്മൾ പോയിട്ട് ജസ്റ്റ് അതിലൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി. ഇനി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഫുൾ സെക്യൂരിറ്റി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിലും ഇതുപോലെ ഏതെങ്കിലും ടെമ്പിൾ, നമ്മളെ ഗുരുവായൂരാണെങ്കിലും അവിടെയൊക്കെ പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇത്ര സ്പേസ് ഇല്ല. ഇപ്പം എത്ര ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിലും സ്ഥലം വേണമല്ലോ. അപ്പോൾ അതില്ലാത്ത ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെയാണെങ്കിലും. ശബരിമലയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ലെവലിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ എന്തായിരിക്കും നമ്മൾ ഒരു പിൽഗ്രിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് വരാൻ കഴിയുമെങ്കിൽ വീണ്ടും വരാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിരുപ്പതിയിലേക്ക്
അപ്പോൾ അച്ഛൻ പറയാം നമുക്ക് തിരുപ്പതി പോയാലോ, യെസ് നമുക്ക് പോവാം, ആ ഒരു രീതിയിലാണ് നമ്മൾ വീട്ടിലെപ്പോഴും പറയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ യാത്ര അത്രയും സുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ശബരിമലയിലും നമുക്ക് ആ മല കയറണം എന്നുള്ള ഒരു കാഠിന്യം ഒഴിച്ചാൽ അതൊക്കെ സഹിക്കാൻ ഏതൊരു ഭക്തനും തയ്യാറാണ്. അപ്പോൾ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാടിനെയും നമുക്ക് നല്ല മനോഹരമാക്കിയിട്ട് മാറ്റി തീർക്കാവുന്നതേ ഉള്ളൂ. ടൂറിസത്തിനും അതുപോലെ ഇതുപോലെയുള്ള ഭക്തിപരമായിട്ടുള്ള തീർത്ഥാടനത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു നമ്മളുടെ നാടിൻ്റെ പുരോഗതിയെ വെച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ റെഡിയാക്കാം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞുതരാം. കാരണം ഏകദേശം 1 മണിക്കൂർ പിടിക്കും നമ്മൾ അവിടെ എത്താൻ. പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ പലയിടത്തായിട്ടും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. ഈ വെങ്കടേശ്വര ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടും കഥയുണ്ട്. വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായിട്ടുള്ള വരാഹമൂർത്തി കുടികൊണ്ട ആ ക്ഷേത്രം ഇപ്പോഴും അവിടെയുണ്ട്. ശരിക്കും വരാഹമൂർത്തിയുടെ അവിടെ തൊഴുതിട്ട് വേണം ഭഗവാനെ തൊഴാനെന്നും പറയാറുണ്ട് കേട്ടോ. ഐതിഹ്യമനുസരിച്ചിട്ട് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ശേഷം വരാഹമൂർത്തി തൻ്റെ വാഹനമായ ഗരുഡനെയും കൊണ്ട് തിരുമലയിൽ വരികയും തുടർന്ന് അവിടെ സ്വാമി പുഷ്കരണി എന്നു പേരുള്ള അതിവിശാലമായ കുളത്തിൻ്റെ പടിഞ്ഞാറേ കരയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുകയും ചെയ്തു എന്നും പിന്നീട് ഏറെ കാലം കഴിഞ്ഞിട്ടാണ് വെങ്കടേശ്വര സ്വാമി, അതായത് നമ്മുടെ തിരുമലയിലെ പ്രധാന പ്രതിഷ്ഠ, അദ്ദേഹം തിരുമലയിൽ എത്തിയത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട് കേട്ടോ. പണ്ട് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിച്ചു വന്ന ഋഷിമാർ ത്രിമൂർത്തികളിൽ ആരെയാണ് അഗ്രപൂജയ്ക്ക് അർഹനാക്കേണ്ടതെന്ന കാര്യത്തിൽ നാരദ മഹർഷിയോട് സംശയം ചോദിച്ചു വന്നു. ഇതറിയാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് നേരിട്ട് പരിശോധിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഭൃഗു മഹർഷിയെ പറഞ്ഞു വിടാം. ഈ ഭൃഗു മഹർഷിക്ക് കാലിൽ ഒരു കണ്ണുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആരാണിതിൽ ശ്രേഷ്ഠൻ എന്ന് പോയി നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് 3 ആൾക്കാരുടെ അടുത്തേക്കും പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ദേവന്മാർ ഭൃഗു മഹർഷിയെ പറഞ്ഞു വിട്ടു. അപ്പം അദ്ദേഹം ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പരമശിവൻ്റെ അടുത്തേക്കും പോയി, പിന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കും പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യം ബ്രഹ്മാവും പരമശിവനും രണ്ടാളും ഇദ്ദേഹം വന്നതിന് കണ്ട ഭാവം നടിച്ചില്ല. ഇദ്ദേഹം വന്നാൽ ഒന്ന് വരൂ കയറി ഇരിക്കുമെന്നൊന്നും ഇവർ രണ്ടുപേരും പറഞ്ഞില്ല. രണ്ടാളും ധ്യാനത്തിൽ അങ്ങനെ മുഴുകിയിരുന്നു. ഇനി മഹാവിഷ്ണുവിനെ പോയി കണ്ടപ്പോൾ ഉണ്ടായ കഥയോ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഥ പറയുന്നതിനിടയ്ക്ക് നമ്മളിവിടെ എത്തിയിട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം 5 മണി ആവുന്നേ ഉള്ളൂ. ആ ഒരു സമയമായപ്പോഴേക്കും നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മുടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സൂചനാ ബോർഡുകളുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് തരുന്ന ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തിരുപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എവിടേക്ക് വേണമെങ്കിലും ഡയറക്ഷൻ കാണിച്ചു തരുന്ന സൂചനാ ബോർഡുകൾ, സൈൻ ബോർഡുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി, നമുക്ക് അക്കോമഡേഷൻ ഓഫീസാണ് അത് റെഡിയാക്കുന്ന ARP കൗണ്ടറിൻ്റെ അവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ അവർ നിർത്തി തരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്നുള്ള മണിയടി ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു, നമ്മൾ വിചാരിച്ചു ഇതാണ് കൗണ്ടർ എന്ന്. അപ്പോൾ ഇവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൗണ്ടറാണ് അത്ര. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആണല്ലോ, നമ്മൾ വന്നിട്ട് റൂം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ ആപ്ലിക്കേഷനിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഒരു 8 മണിയാകുമ്പോഴേക്കും നമുക്ക് റൂം റെഡി ആവും കേട്ടോ. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ, ആളുകൾ നമ്മളെക്കാളും മുന്നേ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമ്മൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആധാറും മറ്റ് രേഖകളൊക്കെ വേണം. ആധാർ വേണം, പിന്നെ നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കേട്ടോ. ആധാർ കാർഡ് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ക്യൂ നീങ്ങുന്നതിനനുസരിച്ച് അവരവിടെ റൂം റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ക്യൂവിൽ പോയിട്ട് നിന്നു. അപ്പോൾ രാവിലെ ഏകദേശം സമയം 5 മണി 5:30 ആയിട്ടുണ്ട്. ആളുകൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല സൗകര്യമുള്ള റൂമുകളുണ്ട്. നമുക്ക് 100 രൂപയുടെ റൂം മതി. നമ്മൾ ഇന്ന് വൈകുന്നേരം വരാല്ലേ നിൽക്കുള്ളൂ. ഡീറ്റെയിൽസ് തിരുപ്പതി വന്നിട്ട് റൂം വേണമെന്നുണ്ടെങ്കിൽ CRO ഓഫീസോ അല്ലെങ്കിൽ ബാലാജി ബസ് സ്റ്റാൻഡ് അടുത്തോ ഓഫ്ലൈനായിട്ട് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾസിന് അതേപോലെ അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, റൂം തരില്ല. അതേപോലെ ഒരാൾക്ക് ഒരു റൂമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 50 രൂപ മുതൽ 1000 രൂപ വരെയുള്ള റൂമുകൾ അവൈലബിൾ ആണ്. ഒറിജിനൽ ID കാർഡ് കൊണ്ടുവരാം. രാവിലെ 6 മണി മുതലാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഓഫ്ലൈനായിട്ട്.
ഒരു 6 മണി മുതൽ 9 മണി വരെക്കുള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടാനുള്ള ചാൻസ്. നമ്മൾ നിന്നിരുന്ന ക്യൂ നേരെ ചെല്ലുന്നത് ഈ ഒരു ഓഫീസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കയറിയിട്ട് നമ്മൾ ഇരിക്കുക, നമ്മളൊരു കൃത്യമായിട്ടുള്ള ആളുകളെ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ എത്ര പേരുണ്ട് കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കും. നമുക്കൊരു കാർഡും തരും. അപ്പോൾ അതിൽ നോക്കിയാൽ മതി, നമ്മുടെ നമ്പറൊക്കെ ഉണ്ടായിരിക്കും, റൂം നമ്പറൊക്കെ നമുക്കതിൽ തരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ റൂം റെഡി ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് മെസ്സേജ് വരികയാണ് ചെയ്യുക. കാരണം ആ പിൽഗ്രിം അവിടുന്ന് പോയി റൂം ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. അങ്ങനെ നമ്മൾ കാർഡും നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ സ്ക്രീനിലേക്ക് നോക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് അവർ റൂം നമ്പർ അവരുടേത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മുടെ റൂം നമ്പർ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. അവിടെ സ്ക്രീനിൻ്റെ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൊബൈലിലേക്ക് വരും, നമ്മുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഇവിടെ ഏകദേശം 3000-ലധികം ഇതുപോലെയുള്ള റൂമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് നമ്മളുടെ റൂം ഉള്ളത് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് പോകാനൊക്കെ ഫ്രീ ബസ്സും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സുദർശൻ ചോൾട്രി എന്ന് പറയുന്നതിൻ്റെ മുമ്പിലാണ്. അവിടേക്കാണ് നമ്മൾ രാവിലെ വന്ന് ക്യൂവിൽ നിന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണിത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ബേക്കിൽ നന്നായിട്ട് പാട്ടൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് മെസ്സേജ് വരും മൊബൈലിലേക്ക്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ രാവിലെ ബസ് ഇറങ്ങിയത്. ഇവിടെയല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ടാണ് നമ്മൾ ആ ഓഫീസിലേക്ക് വന്നത്. സുദർശൻ ചോൾട്രി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്നു, നമുക്ക് റൂം നമ്പറൊക്കെ കിട്ടി. ഏകദേശം 301 നമ്മുടെ റൂം നമ്പർ എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 300 എന്തോ ആണ്, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മുടെ കയ്യിൽ സാധനമൊക്കെ വരും, മൊബൈലിൽ മെസ്സേജ് വരും. അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ്. പ്രഭാതമൊക്കെ കണ്ടിട്ട് ഇതാണ് നമ്മളുടെ തിരുപ്പതിയുടെ പ്രഭാതം കേട്ടോ. പക്ഷേ പകൽ സമയം നമുക്ക് ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ക്യൂവിൽ തന്നെ ആയിപ്പോയി. പിന്നെ മൊബൈൽ നമ്മൾ റൂമിലാണ് വെച്ചത്. നമ്മൾ തൊഴുത് ദർശൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും സമയം 3 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഈ കാഴ്ചകൾ തന്നെയാണ് അവിടെ വരെ ഉള്ളത്. അപ്പോൾ നമുക്ക് പകൽ വീഡിയോ എടുക്കാൻ പറ്റിയതേ ഇല്ല, അതിന് വലിയൊരു ക്ഷമ ചോദിക്കുന്നു. അപ്പം ഫ്രീ ബസ്സുകളാണ് ഇത് കേട്ടോ. ഇതിലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, പൈസയൊന്നും കൊടുക്കേണ്ട, ഫ്രീ ബസ് എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരുപ്പതി, അതായത് തിരുമല മുഴുവനും ഇതിൽ കയറി ട്രാവൽ ചെയ്യാം. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ തൊഴുത് വന്നതിന് ശേഷം അതിൽ പോയിട്ടോ. അപ്പോൾ തിരുമലയുടെ രാത്രി കാഴ്ചകളാണ് നമുക്ക് കിട്ടിയത്. കുറേ കടകളുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂം എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ശരിക്കും ഇത് അവിടെ തന്നെയായിരുന്നു നമ്മുടെ റൂം കേട്ടോ. പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഗോവിന്ദ ഹരി ഗോവിന്ദ നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു സല്യൂട്ട് അവർക്ക് കൊടുക്കണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പിൽഗ്രിമിനും ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും അതുപോലെ ബസ്സിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന കടയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു നമ്മളുടെ സ്റ്റേ ചെയ്യേണ്ട റൂം എന്നുള്ളത് നമുക്ക് അപ്പോഴറിയില്ല കേട്ടോ. റൂം എവിടെയാണെന്നൊന്നും നമുക്ക് അപ്പോഴറിയില്ല, റൂം നമ്പർ മാത്രം അറിയാം. അത് എവിടെയാണെന്നുള്ളതൊക്കെ കുറച്ചിടം കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. ഉണ്ണി ഇങ്ങനെ മെസ്സേജ് നോക്കുന്നുണ്ട്. എഡനാണെങ്കിൽ ആകെ തണുത്തിട്ട് നിൽക്കുകയാണ്, നല്ല തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസത്തിൽ നിങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ പോയിക്കോളൂ, നല്ല രസമാണ്. ആ ഒരു രാവിലെ എന്ന് പറയുന്നത് നല്ല കൂളാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, മലയുടെ മുകളാണല്ലോ. പക്ഷെ എന്നാലും ഈ ഒരു മാസം നല്ല സുഖമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതൊരു ഡിസംബർ 10 അതും വളരെ കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവരെന്നെ പറഞ്ഞ് പറ്റിച്ചത് കഴുതപ്പാലിലുണ്ടാക്കണ ചായയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, അതൊക്കെ വെറുതെ പറയാണ്. കഴുതപ്പാലിനൊക്കെ എന്താ വില അല്ലേ, അത് വെച്ചിട്ട് 10 രൂപയ്ക്ക് ചായ എടുത്തു കഴിഞ്ഞാലൊന്നും മുതലാവില്ലല്ലോ. അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ചു, നല്ല ചായ ആയിരുന്നു. അവരും അത് തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ട് കുടിക്കാം. ഇവിടെ എനിക്ക് തമിഴ്നാടിനേക്കാളും, ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, പക്ഷേ ഞങ്ങൾക്കൊക്കെ തമിഴ്നാടിനേക്കാളും വൃത്തിയും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലവും ഒക്കെ നമുക്ക് കൾച്ചറലി നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂം ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇവരുടെ 2 പേരുടെയും തല മൊട്ടയടിക്കണം. അപ്പോൾ ഏട്ടൻ രഹസ്യേട്ടനോട് പറഞ്ഞത് ഇത് കഴുതപ്പാലാണെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആണോ എന്നൊരു സംശയമൊക്കെ വരും.
പിന്നെ നമ്മൾ ആലോചിക്കുമ്പം അങ്ങനെയൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഒക്കെ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ നമ്മളങ്ങനെ പോയി. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നുമില്ല, അപ്പോൾ നമുക്ക് റൂം ആദ്യം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ തല മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തല മുട്ടയടിക്കുന്ന സ്ഥലങ്ങൾ തിരുപ്പതിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് കയറാം, ഫ്രീ ആയിട്ടാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നമുക്ക് സൗകര്യമുള്ള സ്ഥലം, നമുക്ക് ആദ്യം എവിടെയാണോ കണ്ടത് അവിടെ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട ഒരു സ്ഥലത്തേക്ക് തന്നെ കയറി. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അവർ തല വാഷ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു കേട്ടോ. അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും 2 മുട്ട ഉണ്ണികളായിട്ടുണ്ട്. ഉണ്ണിമുട്ടകൾ 2 പേരും. ഞാനാണ് കേട്ടോ നേർന്നത് ഇവരെ 2 പേരെയും മുട്ട അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് കുബേരൻ സിനിമയായിട്ട് ഓർമ്മ വന്നത് ദിലീപിൻ്റെ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ അടിച്ചിട്ട് ഏട്ടൻ മൊബൈലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു വിഷമം മാത്രം. ഇവിടെ എല്ലാവരും മുട്ടകളായത് കാരണം അത് രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുളത്തിൽ പോയിട്ട് മുങ്ങാം. നിങ്ങൾ പറ്റുകയാണെന്ന് വെച്ചാൽ പോയിട്ട് കുളത്തിൽ പോയിട്ട് മുങ്ങിക്കോളൂ. മുട്ടയടിച്ചതിന് ശേഷം അവിടെ പോയിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നമുക്ക് മെസ്സേജ് വന്നു റൂമിലേക്ക്. പിന്നെ നമുക്ക് ക്യൂ പോയി നിൽക്കണമല്ലോ. നമുക്ക് വേഗം ദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേഗം കാഴ്ചകൾ കാണാമെന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങൾ വേഗം പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പകൽ കാഴ്ചകൾ തിരുപ്പതിയുടെ. ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇതിന് നേരെ അപ്പുറത്തായിട്ട് ഭഗവാന്റെ ടെമ്പിൾ നമുക്ക് കാണാം. മൊബൈലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുവരെ കൊണ്ടുപോകാം, പക്ഷേ ക്യൂവിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരവിടെ വാങ്ങി വയ്ക്കും. പിന്നെ അത് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം നമ്മൾ വീണ്ടും നടക്കണം. കുറേ ദൂരം നടക്കാനുണ്ട്, വലിയ സ്ഥലമല്ലേ. അതുകൊണ്ട് മൊബൈൽ റൂമിൽ വെച്ച് പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വിചാരിച്ചില്ല കുറേ ടൈം പിടിക്കുന്നൊന്നും. അങ്ങനെ നമുക്ക് അധികം സമയം പിടിച്ചില്ല, എന്നാലും 2-3 മണിക്കൂർ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. അതങ്ങനെ തന്നെയാണ്. ഏകദേശം അതിനേക്കാളും ക്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ 1 ഡേ എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരും. അമ്മയും അച്ഛനൊക്കെ ആദ്യം വന്ന സമയത്ത് ഒരു ദിവസം മുഴുവനും അവർ ക്യൂ നിന്നുണ്ടായിരുന്നു. ഏകദേശം 10-30 മണിക്കൂർ അവർ ക്യൂ നിന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നും അറിയാതെ വന്നിട്ട്. ഇതൊന്നും അറിയില്ലല്ലോ, നമുക്ക് കുറേ യാത്ര ചെയ്യുമ്പോഴല്ലേ അറിയാം. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റായി. അങ്ങനെ നമ്മളുടെ സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. മെസ്സേജിൽ കാണിക്കും ഇത് എവിടെയാണെന്ന്. അതിൻ്റെ ലൊക്കേഷൻ അടിച്ചു നോക്കിയാൽ മതി, കറക്റ്റായിട്ട് ഇത് എവിടെയാണെന്ന് കാണിക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാലും മതി. അപ്പോൾ അവർ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ കല്യാൺ കൗണ്ടി അങ്ങനെ എന്തോ ആയിരുന്നു നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്ക് 500 രൂപ ആദ്യം കൊടുക്കണം. അത് കോഷൻ ഡെപ്പോസിറ്റ് പോലെ അവർ വാങ്ങിക്കുന്നതാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അത് അവർ തിരിച്ച് റീപേ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റീപേ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകത ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പായിരുന്നു. കൂളായിട്ടുള്ളൊരു റൂം. നമുക്ക് ഫാനൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റൂം നമ്പർ 300 സംതിങ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ 79 എന്ന നമ്പർ കണ്ടാലും മുകളിലുണ്ട് നമ്പർ വേറെ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടന്നു. അപ്പം 100 രൂപയുടെ റൂമാണ് ഇതെന്ന് ഓർക്കണം കേട്ടോ. അപ്പം ഇതൊക്കെ എന്നാലും നമുക്ക് 1 ഡേ നിന്നാൽ മതിയല്ലോ, നമ്മൾ നൈറ്റൊന്നും സ്റ്റേ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ചു. അപ്പോൾ ബേക്കിൽ കാണുന്നത് കുളിമുറി വേറെ, ടോയ്ലറ്റ് വേറെ, ഡ്രസ്സിങ് റൂം വേറെ, ഡ്രസ്സ് ഉണക്കി വെക്കാൻ വേറെ റൂം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സമയം കളയണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ വേഗം പോയി ക്യൂവിൽ നിന്നാൽ അത്രയും വേഗം ഭഗവാനെ കണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മണി ആയപ്പോഴേക്കും ഞങ്ങളുടെ ക്യൂ കഴിഞ്ഞ് ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന് നമ്മൾ വേഗം പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഓടി തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, മൊബൈൽ കയ്യിലില്ലാത്തത് കൊണ്ടാണേ. അങ്ങനെ ഞാൻ വേഗം പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ 2 പേരും പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുളിക്കാനൊക്കെ കുറച്ച് വൈകിയതാണ്. എന്നാലും നമ്മളൊരു 9:30 നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ക്യൂവിലേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ടേ. ഉണ്ണി മുല്ലാക്കട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കായിരുന്നു കേട്ടോ. അവന് താടി എടുക്കാൻ പറഞ്ഞിട്ട് അവനപ്പോൾ താടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു എന്താ പറയുക, നമുക്കങ്ങനെ ഫീൽ ചെയ്തതാണ് കേട്ടോ. ഞാൻ അവരെ കളിയാക്കിയതല്ലേ. അങ്ങനെ രസമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു,
വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നതാണ് കേട്ടോ, തൊഴുത് തിരിച്ച് വന്ന വീഡിയോ ആണിത് കേട്ടോ. അതുകൊണ്ടാണ് മുഖത്ത് ഗോപിക്കുറിയൊക്കെ. ഞാൻ പിന്നെ എനിക്കൊരു മുല്ലപ്പൂ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂ ഞാൻ വാങ്ങിച്ചു, അതിൻ്റെ സ്റ്റൈലാക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ക്ഷീണിച്ച് ഉണ്ണിമുട്ടകളായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം സമയം കളഞ്ഞില്ല, നമുക്ക് ഒരു ഡേ അല്ലേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തൊരു അബദ്ധം അതാണ്, ഒരു ഡേ മാത്രം ഇവിടെ നിൽക്കാന്നുള്ളത് ബുക്ക് ചെയ്ത് വന്നു. ശരിക്കും എന്നും ട്രെയിൻ ഉണ്ട്, അപ്പം നാളേക്ക് ട്രെയിൻ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് റൂം എന്തായാലും 24 hour യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തത് കാരണം നമ്മൾ ഇന്ന് രാത്രി തന്നെ പോരേണ്ടി വന്നു കേട്ടോ. അതാണ് ഇപ്പം ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു, ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനി കാഴ്ചകൾ കാണാൻ പോകട്ടോ. പക്ഷേ എന്താ പറയുക, വൈകുന്നേരം ആയിപ്പോയി. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഭഗവാനെ കണ്ട് തൊഴുത് അന്നപ്രസാദമൊക്കെ കഴിച്ചു കേട്ടോ. നൈറ്റിൽ നമുക്കവിടെ ഫുഡുണ്ട്, 10 മണി വരെ ഫുഡുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഹോളൊക്കെ ആ സമയത്ത് കാണാമായിരുന്നു ഉച്ചയ്ക്ക്, പക്ഷേ മൊബൈലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രീ ബസ്സിൽ കയറി. ഇനി നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മളുടെ തിരുമല മുഴുവനും കറങ്ങാണ് കേട്ടോ ഈ ബസ്സിൽ. ഞങ്ങൾ ഒന്നാമത് കറങ്ങണമെന്നുള്ള വിചാരത്തിൽ തന്നെ അതിലിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം, അവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് നടന്നിട്ടൊക്കെ പോവാം. ഭഗവാന്റെ അവിടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചിട്ട് അവരവിടെ നിർത്തി തരും ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ കറങ്ങി ഇതിങ്ങനെ, അതായത് നമ്മുടെ റൂമുകൾ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരിക്കും അവർക്ക് റൂം ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സ്ഥലം വരുമ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് വരും, അവരവിടെ ഇറങ്ങും. അങ്ങനെ പോകണം. അപ്പോൾ എല്ലായിടത്തേക്കും എത്തണമല്ലോ. അതുകൊണ്ട് ഇതൊരു ലോങ് ഡ്രൈവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ബസ്സൊന്നും നല്ല ഇഷ്ടം പോലെ ഫ്രീ ബസ്സുകളുണ്ട്. എവിടെ നിന്നാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ കയറിക്കോളാം. നിങ്ങൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഓർമ്മയിൽ വയ്ക്കാം. അതേപോലെ നമുക്ക് ഭഗവാന്റെ ആ ഒരു കോവിലിൻ്റെ അവിടേക്കും പോയി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം പോകുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ കഥയുടെ ബാക്കി പറയാം. മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിൽ ഭൃഗുമഹർഷി എത്തിയെടുത്താണല്ലോ നമ്മൾ നിർത്തിയത്. അപ്പോൾ മഹാവിഷ്ണു ആണെങ്കിലും ഈ ഭൃഗുമഹർഷി വന്നത് കാണാത്തതുപോലെ, വന്നത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന ഭഗവാനെയാണ് അദ്ദേഹം കണ്ടത്. അത് കണ്ടപ്പോൾ കോപിഷ്ഠനായിട്ടുള്ള മഹർഷി ഭഗവാന്റെ നെഞ്ചത്തൊരൊറ്റ ചവിട്ട്. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, കാലിനടിയിൽ. ആ കണ്ണ് തെറിച്ചു പോയി. അപ്പോഴും ഭഗവാൻ ഒന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതിന് മാപ്പ് അപേക്ഷിച്ചു. കാരണം തെറ്റ് ഭഗവാന്റെ അടുത്താണ്. ഒരാൾ വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തേണ്ടതാണല്ലോ മര്യാദ. അങ്ങനെ ഭഗവാൻ ത്രിമൂർത്തികളിൽ ഏറ്റവും ഉത്തമനാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഭൃഗുമഹർഷി ചവിട്ടിയ ഭാഗം ശരിക്കും ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗമായിരുന്നു അത്ര. അപ്പോൾ അവിടെയാണ് ഐശ്വര്യ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായിട്ട് അറിയപ്പെടുന്ന ശ്രീവത്സം എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഭഗവാന്റെ നെഞ്ചിനെ നമ്മൾ ശ്രീവത്സം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കോപിച്ച ശ്രീ ഭഗവതി ഉടനെ തന്നെ വൈകുണ്ഠം ഉപേക്ഷിച്ചിട്ട് പോവുകയും കോലാപ്പൂർ എന്ന സ്ഥലത്ത് പോയിട്ട് ധ്യാനത്തിനിരിക്കുകയും ചെയ്തു. ഇപ്പോഴും അവിടെ ഈ കോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമാണത്. കോലാപ്പൂർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അങ്ങനെ പിണങ്ങിപ്പോയ മഹാലക്ഷ്മിയെ കാണാതെ ഭൂമിയിലെത്തിയ സാക്ഷാൽ ഭഗവാൻ ആദിനാരായണൻ ശ്രീനിവാസൻ എന്നുള്ളൊരു പേര് സ്വീകരിച്ചിട്ട് മാനവ രൂപത്തിൽ ഒരു മനുഷ്യനായിട്ട് തിരുമലയിലെത്തി തപസ് തുടങ്ങി. ശ്രീനിവാസന്റെ സ്ഥിതി മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവനും ലക്ഷ്മി ദേവിയെ സമീപിച്ച് വിവരങ്ങൾ അറിയിച്ചു. തുടർന്ന് ബ്രഹ്മാവും ശിവനും പശുക്കളുടെ രൂപത്തിൽ ശ്രീനിവാസന്റെ അടുത്ത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നു. അക്കാലത്ത് ചോള സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഈ തിരുമല ഉണ്ടായിരുന്നത് കേട്ടോ. അതിനാൽ മഹാലക്ഷ്മി ഒരു യുവതിയുടെ വേഷത്തിലെത്തി ചോള രാജാവിന് പശുക്കളെ ദാനം ചെയ്തു. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പശു നിത്യവും ഈ ശ്രീനിവാസന് പാൽ കൊടുക്കുമായിരുന്നു. ഇതിങ്ങനെ കണ്ട കറവക്കാരന് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ പശുവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. പക്ഷെ മർദ്ദനത്തിനിടയിൽ മുറിവ് പറ്റിയത് ശ്രീനിവാസനായിരുന്നു. അപ്പോൾ കുപിതനായിട്ടുള്ള ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനെയും നിങ്ങൾ അസുരന്മാരായി പോട്ടെ എന്ന് ശപിച്ചു. ദാസന്മാരുടെ പങ്ക് രാജാവും ഏൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിന് പിന്നിൽ. അങ്ങനെ തുടർന്ന് ശ്രീനിവാസൻ ദേഷ്യം വന്നിട്ട് വളർത്തമ്മയായ ബഗുളാദേവിയുടെ അടുത്ത് പോയിട്ട് താമസിച്ചു വന്നു. ഇതിനിടയിൽ ശാപവിമുക്തനായ ചോളരാജാവ് ആകാശരാജാവായിട്ട് പിറവിയെടുത്തു. അങ്ങനെ ആ ജന്മത്തിൽ അദ്ദേഹത്തിന് പത്മാവതി എന്നുള്ള പേരിൽ ഒരു പുത്രിയുണ്ടായി. വിഷ്ണുപദ പ്രാപ്തിക്കായി തപസ് ചെയ്ത ലക്ഷ്മിയുടെ തന്നെ അംശമായ വേദവതിയുടെ പുനർജന്മമായിരുന്നു ഈ പത്മാവതി.
തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരണിയിലായിരുന്നു പത്മാവതിയുടെ ജനനം. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് പത്മാവതി എന്നുള്ള പേര് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീനിവാസനുമായിട്ട് രാജകുമാരി പത്മാവതിയുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണെന്നും നാരദ മഹർഷി ആകാശരാജനെ അറിയിക്കുന്നു. അങ്ങനെ ശ്രീനിവാസനും പത്മാവതിയും തമ്മിലുള്ള വിവാഹം അവർ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുന്നു. നാരായണവാരം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അത്ര ഈ വിവാഹം നടന്നത്. പക്ഷേ ഈ വിവാഹ ചെലവുകൾക്കൊന്നും ആവശ്യമായിട്ടുള്ള പണം അന്ന് ദരിദ്രനായിട്ടുള്ള ശ്രീനിവാസന്റെ പക്കലില്ലായിരുന്നു. മാനവരൂപം ധരിച്ച് ജീവിക്കുകയാണല്ലോ ഭഗവാൻ അന്ന്. അങ്ങനെ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ഉപദേശപ്രകാരം വിവാഹ ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള ധനം ശ്രീനിവാസൻ ധനത്തിന്റെ അധിപതിയും ലക്ഷ്മി ദേവിയുടെ കാര്യസ്ഥനുമായിട്ടുള്ള കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു. അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായിട്ട് മാറുന്നു. ഈ സംഭവം അറിഞ്ഞ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മി ഉടനെ തന്നെ തിരുമലയിലേക്ക് എത്തുന്നു. തൻ്റെ കടബാധ്യത വീട്ടാനായി കാണിക്കയർപ്പിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം പോലെ ഐശ്വര്യവും ആരോഗ്യവും കാര്യസിദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു. ഭക്തരുടെ അഭീഷ്ടങ്ങളെ താൻ സാധിപ്പിച്ചു കൊടുക്കാമെന്നും ഐശ്വര്യങ്ങൾ നൽകാമെന്നും ശ്രീ ഭഗവതി ഭഗവാനോട് പറയുന്നു. അപ്പോൾ നാരായണൻ വിശ്വരൂപം പ്രാപിക്കുകയും ആനന്ദ നിലയം എന്ന തിരുമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സ്വയം ശിലയായി മാറുകയും ചെയ്യുന്നു. ഈ സംഭവം കണ്ട എല്ലാവരോടും സകലരുടെയും ദുഃഖദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ വെങ്കിടാദ്രിയിൽ കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായി കുടികൊള്ളാൻ പോവുകയാണെന്ന് ബ്രഹ്മാവും പരമശിവനും പറയുന്നു. അപ്പോൾ ഇരു ദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചു ചേരുന്നു. മഹാലക്ഷ്മി നെഞ്ചിൻ്റെ ഇടതുഭാഗത്തും ഭൂമിദേവി വലതുഭാഗത്തും കുടികൊള്ളുന്നു. അങ്ങനെ ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു. മഹാലക്ഷ്മിയാകട്ടെ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അഷ്ടൈശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു. തിരുപ്പതി നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരുമല. ഈ തിരുമലയിലെ വെങ്കടാദ്രിയുടെ നെറുകിലാണ് വെങ്കടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത്. അടിവാരത്ത് നിന്ന് നോക്കുമ്പോൾ 21 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് 7 മലകൾ കടന്നു പോകണം. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നിവയാണ് ഈ 7 മലകൾ. അതുകൊണ്ട് തന്നെ തെലുങ്കില് ഏതുകൊണ്ടലവട എന്നും തമിഴിൽ ഏഴുമലയൻ എന്നും ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. അടിവാരത്ത് നിന്നുള്ള അലിപിരി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു നടപ്പാതയും ഇരുഭാഗത്തേക്കും ഗതാഗതമുള്ള 2 റോഡുകളും നമുക്ക് കാണാം. ഈ ഭാഗത്ത് വലിയൊരു കവാടവും അതിനടുത്ത് ഭഗവത് വാഹനമായിട്ടുള്ള ഗരുഡന്റെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് കാണാം. പ്രകൃതി ഒരുക്കുന്ന ഒരു ദൃശ്യവിരുന്നാണ് പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇടയ്ക്കിടെ കടന്നു പോകുന്ന കൊച്ചരുവികളും ഒക്കെ കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചകളാണ്. നടന്ന് മല കയറുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറി ഒരു പാറയിൽ ഹനുമാൻ സ്വാമിയുടെ മുഖം പ്രകൃതിദത്തമായിട്ടുണ്ടായിട്ടുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ ഗണപതി, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി തുടങ്ങിയ മൂർത്തികളുടെ ക്ഷേത്രങ്ങളും ഇവിടെ കാണാം. ഗോവിന്ദ ഗോവിന്ദ എന്ന വിളികളോടെ ഭക്തർ മല കയറുന്നതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. മലമ്പാത തുടങ്ങുന്ന സ്ഥലത്ത് നമുക്കൊരു കവാടം കാണാം. ഈ കവാടത്തിന് മുകളിലായി ശ്രീദേവി ഭൂദേവി സമേതനായ വെങ്കടേശ്വരനെയും ഭഗവാനെ തൊഴുതു നിൽക്കുന്ന ഗരുഡനെയും ഹനുമാനെയും കാണാം. മല കയറുന്നവർ ചെരുപ്പിടാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ചെരുപ്പുകളും ബാഗുകളും ഒക്കെ സൂക്ഷിക്കാൻ പ്രത്യേകം കൗണ്ടറുകളൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. നടന്ന് മല കയറുന്ന വഴി തുടങ്ങുന്ന സ്ഥലത്തിനടുത്തായി ശ്രീവാരി പാതാള മണ്ഡപം എന്ന പേരിൽ ചെറിയൊരു ക്ഷേത്രം നമുക്ക് കാണാം. ഇവിടുത്തെ മൂർത്തിയും വെങ്കടേശ്വര സ്വാമി തന്നെയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വെങ്കടേശ്വര സ്വാമി എല്ലാ ദിവസവും രാത്രി പടിയിറങ്ങി വന്ന് തിരുച്ചാനൂരിലുള്ള പത്മാവതി ദേവിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഭഗവാൻ വിശ്രമിക്കുന്ന സ്ഥലമാണത്രേ പാതാള മണ്ഡപം. ഇവിടെ പാദരക്ഷകൾ ഉപേക്ഷിച്ചാണ് തുടർന്നുള്ള യാത്ര. ഇതിനടുത്ത് മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്ന ഈ ദേവാലയം ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു.
ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠ വെങ്കടേശ്വര സ്വാമി തന്നെയാണ്. അദ്ദേഹം മഹാവിഷ്ണുവാണ്. പിന്നീട് നമുക്ക് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, വിശ്വക്സേനൻ, സുദർശനമൂർത്തി, വരാഹമൂർത്തി, ഹനുമാൻ തുടങ്ങിയ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട പൂജാവിധികളും വിശേഷങ്ങളും പറയുമ്പോൾ പ്രധാനമായിട്ടും പൂജകൾ ഓരോ നേരങ്ങളിലും നടത്തി വരുന്നുണ്ട്. നിവേദ്യം, ദർശനം, മുണ്ഡനം, ഭണ്ണാരം, തുലാഭാരം തുടങ്ങിയവ തന്നെയാണ് പ്രധാനപ്പെട്ട പൂജാവിധികൾ. ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കുന്നത് ആർജിത ബ്രഹ്മോത്സവം, വൈകുണ്ഠ ഏകാദശി, രഥസപ്തമി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി തുടങ്ങിയ കാര്യങ്ങളാണ്. ഉപക്ഷേത്രങ്ങളും ധാരാളമായി തിരുമലയിൽ നമുക്ക് കാണാം. വരദരാജസ്വാമി ക്ഷേത്രം, യോഗ നരസിംഹസ്വാമി ക്ഷേത്രം, ഗരുഡക്ഷേത്രം, ഭൂവരാഹസ്വാമി ക്ഷേത്രം, ബേഡി ആഞ്ജനേയ ക്ഷേത്രം, വകുളാദേവി ക്ഷേത്രം, കുബേര സന്നിധി, രാമാനുജാചാര്യ സന്നിധി തുടങ്ങിയതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. തിരുമലയിൽ പോയതിനു ശേഷം നമ്മൾ ദർശനം നടത്തുന്നതിൽ പുണ്യം ലഭിക്കുന്ന സമീപ ക്ഷേത്രങ്ങളും ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുച്ചാനൂരിലെ പത്മാവതി ക്ഷേത്രം തന്നെയാണ്. തിരുപ്പതി ഗോവിന്ദരാജസ്വാമി ക്ഷേത്രം, കപിലതീർത്ഥം, കപിലേശ്വര ക്ഷേത്രം, കോദണ്ഡരാമസ്വാമി ക്ഷേത്രം, താതയ്യാകുണ്ട ഗംഗമ്മ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളും സമീപത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ പാലക്കാട്, ഈറോഡ്, സേലം വഴി ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ റോഡ് വഴിയോ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 1265 തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 163282 കന്യാകുമാരി പൂനെ ജയന്തി ജനത, അതിലാണ് നമ്മൾ വന്നത്. അതുപോലെ ട്രെയിൻ നമ്പർ 17229 തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി, ട്രെയിൻ നമ്പർ 12643 തിരുവനന്തപുരം നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്, അതുപോലെ ട്രെയിൻ നമ്പർ 16317 കന്യാകുമാരി ശ്രീമാതാ വൈഷ്ണോദേവി കത്ര ഹിമസാഗർ, അതുപോലെ ട്രെയിൻ നമ്പർ 12659 നാഗർകോവിൽ കൊൽക്കത്ത ഷാലിമാർ ഗുരുദേവ്, അതുപോലെ ട്രെയിൻ നമ്പർ 12645 എറണാകുളം നിസാമുദ്ദീൻ മില്ലനിയം എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 16687 മംഗലാപുരം കത്ര നവയുഗ്, അതുപോലെ ട്രെയിൻ നമ്പർ 22852 മംഗലാപുരം സാന്ദ്രഗച്ചി വിവേക് തുടങ്ങിയ ട്രെയിനുകളൊക്കെ തിരുമല ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നവയാണ്. അതുപോലെ റെനിഗുണ്ടയാണ് അടുത്തുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ. 9 കിലോമീറ്റർ ദൂരമാണ് തിരുപ്പതിയിൽ നിന്ന് റെനിഗുണ്ടയിലേക്കുള്ളത്. കേരളത്തിൽ നിന്നുള്ള ധാരാളം ട്രെയിനുകൾ ഇവിടെയും നിർത്താറുണ്ട്. കാട്ട്പാടി അതുപോലെ വേറൊരു സ്റ്റേഷനാണ്. 101 കിലോമീറ്റർ ആണ് കാട്ട്പാടിയിലേക്കുള്ള ദൂരം. ഇവിടെ നിന്നെല്ലാം തിരുപ്പതിയിലേക്ക് ധാരാളം ട്രെയിൻ, ബസ് സർവീസുകളൊക്കെ ലഭ്യമാണ്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ കൊണ്ടും നമുക്ക് ട്രെയിൻ മാർഗം അല്ലെങ്കിൽ റോഡ് മാർഗം നമുക്ക് തിരുപ്പതിയിൽ എത്താൻ പറ്റും. അതുപോലെ നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള അമരാവതിയിൽ നിന്ന് 430 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് 291 കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്ന് 572 കിലോമീറ്ററും ദൂരം ഇവിടേക്കുണ്ട്. ക്ഷേത്രത്തിൻ്റെ മധ്യകാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്ര രേഖ നമുക്ക് ലഭിക്കുന്നത് പല്ലവ രാജ്ഞിയായിരുന്ന സമവൈ AD 966 ഇറക്കിയതാണ് കേട്ടോ. അവർ ഒരുപാട് ആഭരണങ്ങളും 10 ഏക്കറും 13 ഏക്കറും വിസ്തീർണം വരുന്ന 2 സ്ഥലങ്ങളും ദാനം ചെയ്യുകയും അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു. പല്ലവ സാമ്രാജ്യത്തിന് ശേഷം 2ാം ചോള സാമ്രാജ്യവും പിന്നീട് വിജയനഗര സാമ്രാജ്യവും വെങ്കടേശ്വരനെ വളരെ പ്രാധാന്യത്തോടെ കണ്ടവരായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ക്ഷേത്രത്തിന് ഇന്നുള്ള വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും ലഭിച്ചത്. AD 1517 വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം സ്വർണവും രത്നങ്ങളും ഒക്കെ സമ്മാനിക്കുകയും അതുവഴി ശ്രീകോവിൽ പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം മൈസൂർ രാജവംശവും ഗഡ്വാൾ സംസ്ഥാനവും വെങ്കടേശ്വരനെ പൂജിക്കുകയും ക്ഷേത്രത്തിന് നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്തു. മറാഠ ജനറൽ ആയിരുന്ന രഘോജി ഭോസ്ലെ
പിന്നീട് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിന് വ്യക്തമായിട്ടുള്ള ഒരു നടത്തിപ്പ് രീതി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതാണ് അതിൻ്റെ ഒരു പ്രാചീന ചരിത്രം എന്ന് പറയുന്നത്. ആധുനിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ക്ഷേത്രം പിന്നീട് ഗോൽക്കൊണ്ട സുൽത്താൻമാരുടെ കീഴിലായി. പിന്നീട് ഫ്രഞ്ചുകാരും അതിനുശേഷം കർണാട്ടിക് നവാബും ഈ ക്ഷേത്രം അതിൻ്റെ ഭരണമൊക്കെ കൈയടക്കിയിട്ടോ. 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഈ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. 1843 ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുപ്പതിയിലെ ഹാദിറാംജി മഠത്തിന് ഈ ക്ഷേത്രം സമ്മാനിച്ചു. അങ്ങനെ 1933 തിരുമല തിരുപ്പതി ദേവസ്ഥാനം രൂപം കൊള്ളുന്നത് വരെ ഹാദിറാംജി മഠാധിപതിയായിരുന്നു ക്ഷേത്രത്തിൻ്റെ അധികാരിയായിരുന്നത്. പിന്നീട് 1951 ക്ഷേത്രം ആന്ധ്ര സർക്കാരിൻ്റെ കീഴിൽ നേരിട്ട് കൊണ്ടുവന്നുവെങ്കിലും പിന്നീട് അത് വീണ്ടും TTD അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴവർ തന്നെയാണ് ഭരണം നടത്തുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്ര പരിസരത്തേക്ക് എത്തി നമ്മളങ്ങനെ നടക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ റോഡിന് ഇരുവശവും കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ രാവിലെ മുതൽ തന്നെ അവിടെ ഇരിക്കുന്നവരാണ് കേട്ടോ. നമ്മൾ രാവിലെ തൊഴാൻ വേണ്ടി വരുന്ന സമയത്തും ക്യൂവിൽ നിൽക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളയും മാലയും ഭഗവാന്റെ ഫോട്ടോസും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെ നമുക്ക് റോഡിന് ഇരുവശവുമായിട്ട് അങ്ങനെ കാണാൻ പറ്റും. രഥയാത്രയൊക്കെ നടക്കുന്ന റോഡാണ് ഇത്ര ഇതിൽ. അപ്പം നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ വേണം വരാൻ. അപ്പോൾ ചെരുപ്പ് നമുക്ക് അവിടെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഫ്രീ സർവീസാണ് കേട്ടോ. ഒരു കാര്യത്തിനും നമ്മളവിടെ പണം കൊടുക്കേണ്ടതില്ല. ആകെ നമുക്ക് ചിലവാവുന്നത് റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 100 രൂപയാണ്. വേറെ ഒരു നമുക്ക് വേണ്ട ആവശ്യമില്ല ഒരു പൈസയുടെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇവർ നമ്മുടെ കയ്യിൽ മൊബൈൽ കണ്ടപ്പോൾ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാണ് അവർക്ക് ആരെയോ വിളിക്കാൻ വേണ്ടിയിട്ട്. കാരണം മൊബൈൽ എല്ലാവരും റൂമിലോ അല്ലെങ്കിൽ അവിടെ കൗണ്ടറിലോ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ക്യൂവിൽ നിൽക്കാൻ പോകുമ്പോൾ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ പരിശോധനയൊക്കെ ഉണ്ട്, നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഞങ്ങളങ്ങനെ നടക്കുകയാണ് കേട്ടോ ഓരോ കാഴ്ചകൾ കണ്ടിട്ട്. നമുക്ക് ഇനി അവിടെ കുളം കാണാൻ വേണ്ടി പോകണം. അതുപോലെ വെങ്കടേശ്വരൻ്റെ പല മൂർത്തിമത് രൂപങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വരാഹമൂർത്തിയുടെ അമ്പലമുണ്ട്, നരസിംഹമൂർത്തിയുടെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴണം. അവിടെയൊക്കെ ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം 11 മണിയാകുമ്പോഴേക്കും ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. 12:30ക്കാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 11 മണിയാകുമ്പോഴേക്കെങ്കിലും എത്തണമല്ലൊരു ധൈര്യത്തിനെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്യൂ നിന്നിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉപക്ഷേത്രങ്ങളിൽ നമുക്ക് നിൽക്കാനൊരു സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീവരി പുഷ്കരണി എന്ന് പറയുന്ന കുളത്തിൻ്റെ കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ കുളിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, കാണാൻ വേണ്ടി പോകുന്നവരൊക്കെ ഉണ്ട്. തലമുണ്ടനം ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് സ്നാനം ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നാണല്ലോ ഇവർ രണ്ടുപേരും കുളിച്ചത്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് തലയൊക്കെ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വെള്ളത്തിലിറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു കേട്ടോ. കണ്ണാടിച്ചില്ല് പോലെ അങ്ങനെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീവരി പുഷ്കരണി. അപ്പോൾ അവിടേക്ക് നമ്മളെല്ലാവരും ഇറങ്ങി ചെന്നു. കുറേ സ്വാമി അയ്യപ്പന്മാരുണ്ടായിരുന്നു. കാരണം ആ ഒരു മണ്ഡലകാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അവർ തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പടവുകൾ അങ്ങനെ ഇറങ്ങി നമ്മൾ ശ്രീവരി പുഷ്കരണിയിൽ ഇറങ്ങി കേട്ടോ. മാത്രമല്ല ഇനി ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ചരിത്രപ്രധാനമായിട്ടുള്ള നിരവധി ശിലാലിഖിതങ്ങൾ നമ്മുടെ തിരുമല ക്ഷേത്രത്തിലുണ്ട്. പ്രധാന ക്ഷേത്രത്തിലെയും അടിവാരത്തിലെയും തിരുച്ചാനൂരിലെയും ശിലാലിഖിതങ്ങളുടെ എണ്ണം മാത്രം നമ്മൾ എടുത്താൽ അത് 10,000-ത്തിനടുത്ത് വരും എന്നാണ് പറയുന്നത്. പല ശിലാലിഖിതങ്ങളും വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ബാക്കിയുള്ളതൊക്കെ TTD അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലാണ് ഈ ശിലാലിഖിതങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ശിലാലിഖിതങ്ങളെ കൂടാതെ പ്രസിദ്ധമാണ് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവിയായിരുന്ന താളപ്പാക്ക അന്നമാചാര്യ എഴുതിയ കൃതികളും. അദ്ദേഹം 30,000-ഓളം കൃതികൾ രചിച്ചിട്ടുണ്ടത്രേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ കൃതികളൊക്കെ ചെമ്പുഫലകങ്ങളിൽ ആലേഖനം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്.
അതുപോലെ തെലുങ്ക് ഭാഷാ പണ്ഡിതന്മാരുടെയും സംഗീതജ്ഞരുടെയും ഒക്കെ പഠനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ കവിതകളും കൃതികളും ഒക്കെ ഉപകാരപ്രദമായിട്ടുണ്ട് അത്രേ. തെക്കേ ഇന്ത്യ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും പ്രശംസയ്ക്ക് വിധേയമായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അന്നപ്രസാദം നൽകുന്ന വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. വലിയൊരു ഹാള് നിറയെ ഇതുപോലെയുള്ള ഡൈനിങ് ഹാളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നിലയിൽ തന്നെ പല ഡൈനിങ് ഹാളുകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഒരു ഹാളിൽ 1000-ലധികം ആളുകൾക്ക് ഇരുന്ന് ഉണ്ണാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്നും എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനമാണ് മനുഷ്യ ജീവിതത്തിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ദാനം എന്നാണ് കണക്കാക്കുന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ കർണൻ്റെ ഒരു കഥ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം നമുക്കറിയാം വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സ്വർഗാരോഹണ സമയത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല അത്രേ. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിൽ ഒരാൾക്ക് പോലും അന്നദാനം നടത്തിയിട്ടില്ല അത്രേ. അപ്പം ഇങ്ങനെ ചിത്രഗുപ്തൻ നോക്കുകയാണ് സ്വർഗത്തിലേക്ക് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് പറഞ്ഞു, വിശന്ന് വലഞ്ഞിട്ട് ഒരിക്കൽ ഒരാൾ വന്നപ്പോൾ ഇദ്ദേഹം എവിടെയാണ് ഭക്ഷണം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അവിടെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഊട്ടുപുരയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അത്രേ ആ ഒരു വൃദ്ധനായിട്ടുള്ള ആൾക്ക്. അപ്പോൾ അത് കാരണം താങ്കൾ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം അന്നദാനത്തിനുള്ള ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു വഴി കാണിച്ചു കൊടുത്താൽ പോലും അത് വളരെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള എൻട്രി പോലും സാധ്യമായത് കർണന് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ മഹാദാനം എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ്. അങ്ങനെ വെങ്കടേശ്വരൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഹോള് തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള ചിത്രമൊക്കെ കണ്ടു കേട്ടോ. അത് ഒരു പക്ഷേ വെങ്കടേശ്വരൻ്റെ ഹിസ്റ്ററി പറയുന്നതായിരിക്കാം. കറക്റ്റായിട്ട് നമുക്കതിൻ്റെ കഥ മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തു ആ ഹാളിലേക്ക്. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കാം. അപ്പോൾ ഞങ്ങളൊരു ഒഴിഞ്ഞ സീറ്റ് നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് നേരത്തെ വന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് അവിടെ ഒരു സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്ന സമയമാകുമ്പോഴേക്കും ഇലയിട്ട് കഴിഞ്ഞു. ഇലയിട്ടിട്ട് പ്രധാനപ്പെട്ടുള്ള കറികളൊക്കെ അതിൽ വിളമ്പിയിട്ടുണ്ട്. ഉച്ചയ്ക്കും ഈ കറികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എന്നും ഇത് സെയിം കറിയാണോ എന്ന് അറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഉണ്ണി പറഞ്ഞു ഇതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് ആണ് വരുള്ളൂ, ഉപ്പേരിയിൽ എന്തെങ്കിലും മാറ്റം വരും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ടായിരിക്കാം. അപ്പം ഒരു ക്യാബേജ് തോരൻ, പിന്നെ ഒരു പായസം, പിന്നെ ഒരു ചമ്മന്തി, അതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചോറ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് നമുക്ക് സേവനം എന്നുള്ള രീതിയിലും ഓരോരോ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പിന്നെ അതുപോലെയുള്ള അമ്മമാരുടെയൊക്കെ ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ അവർ വരുന്നുണ്ടായിരുന്നു. അവർ പ്രത്യേക യൂണിഫോമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് അവർ വന്നു. അപ്പോൾ ഈ കാത്തിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ പായസം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പച്ചരി കൊണ്ടുള്ള ഒരു പായസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വിളമ്പി വന്നിട്ട് വേണമല്ലോ. വളരെ വൃത്തിയായിട്ടും വളരെ ശുദ്ധമായിട്ടുമാണ് അവർ ഈ ഒരു ഹാള് സൂക്ഷിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു ഭക്ഷണം കൊണ്ടുവരുന്ന വഴി നല്ല ചൂട് ചോറിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോയി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവിടെ ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നദാനം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കിച്ചൺ എന്നാണ് ഈ ഒരു തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഈ ഒരു അന്നദാന കൗണ്ടർ അറിയപ്പെടുന്നത്. നമ്മൾ ഒരുപാട് ഇതുവരെ കണ്ടിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ട് 24 മണിക്കൂറും, രാത്രിയിലാണ് ഇല്ലാത്തത്, 10 മണി വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി 10
മണി വരെ ഏകദേശം 12 മണിക്കൂർ അതിലധികമായിട്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ്. വളരെ വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങനെ 24 hours നടന്നുകൊണ്ടിരിക്കുകയാണ്. സേവ എന്നുള്ള രീതിയിൽ ഒരു പണവും പ്രതീക്ഷിക്കാതെ വന്ന് ഭഗവാന് സേവ ചെയ്യുന്ന ആളുകളാണ് ഈ ഭക്ഷണം വിളമ്പുന്നതൊക്കെ. വലിയ വലിയ ആളുകളായിരിക്കും, നമുക്കറിയില്ല ആരാണ് എന്നുള്ളതൊന്നും. അവർ പ്രത്യേക യൂണിഫോമൊക്കെ ധരിച്ച് അവർ വന്ന് ഭക്ഷണം വിളമ്പി തരികയും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. അതായത് നമ്മളുടെ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ഗോവിന്ദ ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്നുള്ള ഒരു വിശ്വാസം. ഈ കഴിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഭഗവാൻ വന്നിരിക്കുന്നുണ്ടാവും ഭക്ഷണം കഴിക്കാൻ എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണത്. അതുകൊണ്ട് ഓരോരുത്തരെയും ഭഗവാനെ പോലെ തന്നെയാണ് വിളമ്പുന്നവർ കാണിക്കുന്നത്. ഒരു ധാർഷ്ട്യമോ ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് ആവശ്യത്തിന് വിളമ്പി തരികയും നമ്മൾ ഭക്ഷണം കഴിപ്പിച്ച് വയറ് നിറച്ച് മനസ്സ് നിറച്ച് നമ്മളെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ കറങ്ങി നടന്നു. പിന്നെ നേരം 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോവേണ്ട സമയമായല്ലോ എന്നോർത്തു നമ്മളൊരു ജീപ്പ് പിടിച്ചു കേട്ടോ. ജീപ്പ് അവിടെ എപ്പോഴും ഉണ്ടാവും. അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് കിട്ടും. 20 രൂപ 30 രൂപ കൊടുത്താൽ മതി, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തരും കേട്ടോ. അപ്പം നമ്മളുടെ താമസിക്കുന്ന റൂമിൻ്റെ താഴെ തന്നെ നമ്മൾ രാവിലെ കണ്ടിരുന്നല്ലോ കുറേ കടകൾ. അപ്പോൾ അവിടെ ഒരു കടയിൽ വന്ന് നമ്മൾ ഭഗവാന്റെ ഒരു ചിത്രം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ലൈറ്റൊക്കെ കത്തുന്നതുണ്ട്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ മമ്മിക്ക് ഒരു ഫോട്ടോ ഇതുപോലെ മനസ്സ് നിറഞ്ഞ ഭഗവാനെ കാണാനായതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 3 ആളും ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ റൂം നമ്മൾ യാത്ര അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അവിടെ വൃത്തികേടൊന്നും ആക്കാതെ നമുക്ക് പോരുന്ന രീതിയിൽ പോരും. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ട്. അവിടേക്കൊന്ന് ജസ്റ്റ് ചെന്നാൽ മതി. നമുക്ക് ബസ്സൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും കിട്ടും കേട്ടോ താഴേക്ക് പോകാൻ. അങ്ങനെ തിരുപ്പതി കാഴ്ചയിൽ നിന്ന് മറയാണ്. ഓരോ തവണ തിരുപ്പതിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴും നമുക്ക് വീണ്ടും അവിടേക്ക് പോരണം എന്നുള്ള ചിന്ത തന്നെയാണ് അവശേഷിക്കുക. ഇതുപോലെയുള്ള ഒരു വൈകുണ്ഠ ലോകം നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഭഗവാൻ എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിപ്പിച്ച് തരുന്നത് പോലെ. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയാണല്ലോ ഒരു ഫീല് വരിക. അവിടുന്ന് പോരണമെന്ന് നമുക്ക് തോന്നില്ലല്ലോ. അതുപോലെയുള്ള മറ്റൊരു ഫീലിംഗ് നമുക്കങ്ങനെ തോന്നും. ഗുരുവായൂരിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉള്ളതുപോലെ ഭഗവാനെ നമുക്ക് ഫീൽ ചെയ്യും. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളൂടെ കളിക്കുന്ന ആളല്ലേ. ഇവിടെ നമുക്ക് കുറച്ചും കൂടി വലിയൊരാളെ തന്നെയാണ് കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ ബസ്സിൽ വന്നു കേട്ടോ. സ്മൂത്ത് ആയിട്ടുള്ള യാത്രയാണ്. നിങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ ഈ എയർ കണ്ടീഷൻഡ് ബസ്സുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് സുഖമായിട്ട് ഉറങ്ങിപ്പോരാം. പിന്നെ ഞാൻ അതിൽ കിടന്ന് ഉറങ്ങിപ്പോയതാണ് സംഭവം. പിന്നെ ഏട്ടൻ എടുത്തിട്ടുള്ളതാണ് വീഡിയോസൊക്കെ കേട്ടോ. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഒന്നാമത് ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളിന്ന് കുറേ നടന്നെന്ന് പറഞ്ഞാൽ അമ്പലം മുഴുവനും നമ്മൾ നടന്ന് കണ്ടല്ലോ. അതെല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഫോൺ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. ഞാനത് വീണ്ടും പറയുന്നത് അത് ഭയങ്കര വിഷമമായിപ്പോയി. പകൽ സമയത്തുള്ള തിരുപ്പതി നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വരുന്ന സമയത്ത് ഇന്നത്തെ ടിക്കറ്റ് ട്രെയിനിൻ്റെത് മാറ്റിയിട്ട് നാളേക്ക് ആക്കിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കൂടി പകർത്താൻ സാധിക്കും. അതുപോലെ ആകാശഗംഗ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത്തരം സ്ഥലങ്ങളിലേക്കും കൂടി നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അങ്ങനെ പോകുന്നതിനേക്കാളൊക്കെ വലുത് ഭഗവാനെ കണ്ണ് നിറയെ കാണാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ വരുമ്പോൾ വ്യാഴാഴ്ച ദിവസം ദർശനം ബുക്ക് ചെയ്യുന്നത് പോലെ വരാൻ നോക്കുക കേട്ടോ. കാരണം നേത്രദർശനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതൊരു ഐതിഹ്യമായിട്ട് പറയുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണത്രേ ഭഗവാന്റെ നേത്രദർശനം എന്ന് പറയുന്നൊരു കാര്യമുള്ളത്. അപ്പോൾ ആ ദിവസം നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ വളരെ നല്ലതാണത്രേ. അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണുള്ളത്. അപ്പോൾ ആ ദിവസത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ ദർശനം ബുക്ക് ചെയ്തോളുക. ഭഗവാൻ നമ്മളെ കണ്ണ് തുറന്ന് കാണുന്ന ദിവസമാണ്. വളരെ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അത് നമ്മൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയും തിരക്കാണ്. ഡെയിലി ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഒരു 4 സെക്കൻഡ് ടൈമൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് കിട്ടുള്ളൂ, എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ വളരെ നമ്മൾ കണ്ണ് തുറന്ന് ഭഗവാനെ കാണണം. ഭഗവാൻ നമ്മളെയും കണ്ണ് തുറന്ന് കാണുന്ന ഒരു ദിവസമാണ്. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ കണ്ട ആ ഒരു നിമിഷമാണ് ഓർത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും അങ്ങനെ നല്ലൊരു ദർശനം ലഭ്യമാവട്ടെ, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളങ്ങനെ തിരുമല ഇറങ്ങുകയാണ് കേട്ടോ. തിരുമല ഇറങ്ങുമ്പോൾ നമ്മൾ കയറി വന്ന പാതയിലൂടെയല്ല വരുന്നത്, നമ്മൾ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. കാരണം ഇങ്ങനെ താളത്തിൽ നമ്മുടെ ബസ്സും ആ രീതിയിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല സുഖമായിട്ട് നമ്മൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ 8-ന് മുന്നേ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ കാഴ്ചകളൊക്കെ പകർത്തി അങ്ങനെ വരികയാണ് കേട്ടോ. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളിലും ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. ബാലാജി എന്നറിയപ്പെടുന്നു, ശ്രീനിവാസൻ എന്നും, ഗോവിന്ദൻ എന്നും, വെങ്കടരമണൻ എന്നും, വെങ്കടാചലപതി എന്നും, തിരുപ്പതി തിമ്മപ്പ, എടുകൊണ്ടലവാട, ആപദം റോക്കുലവാട, ഇങ്ങനെയുള്ള പല പേരുകളിലും അദ്ദേഹം പ്രസിദ്ധനാണ് കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ ഈ ഓരോരോ പേരുകൾ അങ്ങനെ കേൾക്കും. അപ്പോൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല. ഏടുകൊണ്ടിലവാട വെങ്കടരമണ ഗോവിന്ദ ഹരി ഗോവിന്ദ, ആ ഒരു നാമമാണ് അവിടെ ചെല്ലുമ്പോൾ മുഴുവനും ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും വെങ്കടരമണ ഗോവിന്ദ ഹരി ഗോവിന്ദ, അത് നമുക്ക് പറയാൻ കിട്ടും കേട്ടോ. പിന്നെ എന്താണ് എടുകൊണ്ടലവാട, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് എൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ 7 മലകൾക്കും അധിപനായവനെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ മഹത്തായിട്ടുള്ള ചരിത്രവും അദ്ദേഹം നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ നാട്ടിലിവിടെ ജീവിക്കാൻ പറ്റുന്നതിൽ, ഇങ്ങനൊരു വൈകുണ്ഠം ഭഗവാൻ ഉണ്ടാക്കി തീർത്തതിൽ, ഇത് തന്നെ ഇത്ര മനോഹരമായൊരു വൈകുണ്ഠമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, ഇത്രയും സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും ഉണ്ടാകുന്ന ഭഗവാന്റെ വൈകുണ്ഠം എത്ര സുന്ദരമായിരിക്കും എന്നാലോചിച്ച് പോവാണ്. മനുഷ്യരാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, പരമഭക്തരായിട്ടുള്ള ആളുകളാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ലോകം എത്ര മനോഹരമായിരിക്കുമെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനേ തോന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സന്യാസ ജീവിതമൊന്നുമല്ല. ഭഗവാനെ കാണുന്നു, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നു, കാഴ്ചകൾ കണ്ട് നടക്കുന്നു, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, എല്ലാവരും എത്ര സ്നേഹത്തിലാണ്, മനുഷ്യൻ എത്ര നന്മയുള്ളവരാണ് എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്നാൽ എല്ലാത്തിൻ്റെയും നമ്മൾ ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ കാണുന്ന നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമുക്ക് തിരുപ്പതിയിൽ ഫീൽ ചെയ്യുക കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് തൊഴുത് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇനിയും നമുക്ക് വരാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും നമ്മളുടെ ഭാരതത്തിലെ ഇതുപോലെയുള്ള മഹത് ക്ഷേത്രങ്ങൾ, മഹത്തരമായിട്ടുള്ള ഭൂമികകൾ, ഇതൊന്നും നഷ്ടപ്പെടുത്താൻ നിങ്ങളൊരിക്കലും എല്ലാവരും പ്രാർത്ഥിക്കണം. അതൊരിക്കലും നഷ്ടപ്പെടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ടും ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ആ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമൊന്നുമില്ല. നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചു രാത്രിയിൽ. ഇനി നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് വെള്ളവും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ. സ്നാക്സൊക്കെ വാങ്ങിച്ചു. അപ്പം നമുക്ക് അത്ര വിശ്വാസമില്ല. നമുക്ക് തിരുപ്പതിയുടെ അവിടെ ചെന്നപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെയൊക്കെ നല്ല ക്ലീനായിരുന്നു എല്ലാ സ്ഥലങ്ങളും. പക്ഷെ താഴേക്ക് വരുമ്പോൾ നമുക്കത്ര
വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അതായത് അതാ ഒരു നാടിൻ്റെ അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ വേണം അവിടെയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ. അപ്പോൾ ആ നാടിനെ പറ്റി നമുക്ക് നല്ലൊരു കാര്യമല്ലേ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തകൾ വരിക. അപ്പോൾ നമ്മുടെ നാട് നല്ല വൃത്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും സൂക്ഷിക്കാം. അങ്ങനെ രാവിലെ ആയിട്ടോ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ബനിയനും കൂടി വാങ്ങിയിട്ടതാണ് കേട്ടോ. ഒരു സ്വെറ്ററൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി നമ്മുടെ പാലക്കാട് എത്തി കേട്ടോ. കറക്റ്റ് രാവിലെ 9 മണി ആയപ്പോഴാണ് നമ്മൾ പാലക്കാട് എത്തിയത്. കാരണം 12 മണിക്കല്ലല്ലോ ട്രെയിൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ വണ്ടി ഇനിയും ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇറങ്ങാൻ പോവാണ്. നമ്മൾ കയറിയ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും വരാമെന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നമ്മൾ വരികയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, നമ്മളുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. തിരുപ്പതിയേക്കാളും നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. ആര് വന്നു കഴിഞ്ഞാലും കേരളം നല്ലതാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയാൻ ഇടയാവട്ടെ. അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഇറങ്ങി, ഉണ്ണിക്കുട്ടനൊക്കെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഏട്ടൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അത് മാത്രമുള്ളൊരു എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അവിടുന്ന് ഈ ഫാൻസി സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട, കാരണം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിനൊക്കെ വേണ്ടിയിട്ട് അത് പിടിക്കും. ഇങ്ങനെ അത് അത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ചായ കുടിക്കണമെന്ന് വിചാരിച്ചു ഫ്രഷ് ആയി കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു, അങ്ങനെ കഴിച്ചു. പക്ഷെ കുറച്ച് ഹെവി ആയി തോന്നി, കാരണം ഫുള്ള് പോകണ്ടായിരുന്നില്ല. രാവിലെ ആയിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല കഴിച്ചാണല്ലോ നല്ലോണം. അങ്ങനെ വടയൊക്കെ വാങ്ങിച്ച് ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 തവണയൊക്കെ ചായ വാങ്ങിച്ചു എന്നാണ് ഓർക്കുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നിലമ്പൂരിലേക്ക് തന്നെ പോവാണ്. ഞങ്ങൾ പൊന്നാനിയിലേക്ക് പോകണം. നമുക്കിനി നേരെ ബസ്സിൽ കയറിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ബസ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ബസ് കിട്ടി, ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ. അങ്ങനെ നമ്മൾ പാലക്കാട് ഇങ്ങനെ കറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഈ കറങ്ങുന്നതിനിടയിലാണ് നമ്മൾ പാലക്കാട് കോട്ടയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് അങ്ങോട്ടായിട്ട് തന്നെ പോവാമെന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. അങ്ങനെ നമ്മൾ ബസ്സിൽ അങ്ങനെ പോരുകയാണ്. അപ്പോൾ പാലക്കാട് നമ്മളിവിടെ ഇറങ്ങി. ഞങ്ങൾ 3 ആളും കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അവനെ ഇനി നിലമ്പൂർ ബസ്സിലേക്ക്, ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നിലമ്പൂർ ബസ്സിലേക്ക് അവനെ കയറ്റി വിടണം, പിന്നെ നമുക്കും ബസ് നോക്കണം. അങ്ങനെ ബസ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ടൗൺ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ആളുകളായിരുന്നു, നല്ല രീതിയിലുള്ള അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടു. അപ്പം ഓരോ സ്ഥലത്തും യാത്രകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആളുകളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതൊക്കെ. നമ്മൾ ടൗൺ കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ പോകുന്ന സമയത്ത് പാലക്കാടിൻ്റെ ഈ ഒരു ഹൃദയഭാഗത്തായിട്ടാണ് പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. പാലക്കാട് എവിടെയെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ആ കോട്ടയെ നമ്മൾ അങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരലി 1766 അത്രേ ഈ കോട്ട. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഈ കോട്ട പണി കഴിപ്പിച്ചത് അദ്ദേഹമാണ് അത്രേ. പിന്നീട് ഈ കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും പിന്നീട് അത് പുനരുദ്ധരിക്കുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ പല വീരകഥകൾ ഉറങ്ങുന്ന കോട്ടയാണിത്. ഇന്നിത് ഭാരതീയ പുരാവസ്തു വകുപ്പിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. അവരാണിത് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് ഈ കോട്ട. അപ്പം സമയം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്കവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ടയേർഡായത് കാരണം ഏട്ടൻ പറഞ്ഞു നമുക്കിനി ഇതിനായിട്ടൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലഗേജൊക്കെ തൂക്കി നടക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം പോവുകയാണ്. നമുക്കിനി ബസ് കാത്ത് നിൽക്കണം.
അപ്പോൾ ഉണ്ണിയുടെ ബസ് കിട്ടുമോ എന്നിങ്ങനെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ണിയുടെ ബസ് കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് പെരിന്തൽമണ്ണ ബസ്സിനാണ് കയറുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് നേരെ നമുക്ക് വണ്ടൂർ നിലമ്പൂർ അങ്ങനെ ബസ് കിട്ടും. അപ്പോൾ അവൻ്റെ ബസ് വന്നു. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും അങ്ങനെ പോകാം. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞു. ഇന്ന് ഉണ്ണിക്കാണെങ്കിൽ നിലമ്പൂർ പോകുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ എന്തായാലും 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് അവന് പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അവനെ കണ്ടു വരുന്നത് ഇതിപ്പോൾ സന്തോഷമായി. പക്ഷെ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവൻ്റെ ബസ് പോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴേക്കും നമ്മുടെ പൊന്നാനിയിലേക്കുള്ള ബസ് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബസ്സുകളും വണ്ടികളൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പൊന്നാനിയിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ ബസ് വന്നു. അങ്ങനെ ഏട്ടൻ്റെ കോളേജിൻ്റെ ഒരു ഭാഗമാണത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോരാണ്. അപ്പോൾ എടപ്പാളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ യാത്ര സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് നമ്മളങ്ങനെ എടപ്പാളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഐശ്വര്യയുടെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോ വിളിക്കുകയോ നടന്നു പോവുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഐശ്വര്യയുടെ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയതും അപ്പം തന്നെ ഓട്ടോയും കിട്ടി കേട്ടോ. അതാ നമ്മുടെ താമരക്കുളമൊക്കെ കണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓട്ടോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏട്ടൻ വെറുതെ എന്താണ് ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഏട്ടാ. എവിടെയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, എവിടെയും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല, മുഷിച്ചിലുണ്ടായില്ല, അങ്ങനെ യാത്രാക്ഷീണങ്ങളുണ്ടായില്ല. ഇവർ രണ്ടുപേരും ഉറങ്ങിയില്ല, അതിൻ്റെ ഒരു ക്ഷീണം അവർക്ക് ഉണ്ട് കേട്ടോ. കാരണം അവരോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മളുടെ വീട്ടിലേക്ക് വന്നു. അപ്പം വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അമ്മ അത്ഭുതമായി കേട്ടോ. കാരണം എത്ര വേഗം വന്നു എന്നുള്ള രീതിയിൽ. തിരുപ്പതി എന്നൊക്കെ പറയുമ്പം കുറേ ദൂരമുള്ള പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങളും തിരുപ്പതിയിൽ വേഗം തന്നെ പോയിട്ട് വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് പറയാണ്. കമൻറ്റുകൾ അറിയിക്കും.